ഇൻഷുറൻസ് ഏജന്റായി നിങ്ങൾക്ക് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ദിവസത്തിൽ 10 ക്വാളിറ്റി ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അതും ₹1 പോലും ചിലവില്ലാതെ. ഇതിന്റെ സാധ്യതകൾ പല ഇൻഷുറൻസ് ഏജന്റുമാർക്കും ഇന്ന് അറിവില്ല. എന്നാൽ ഇന്ന് വാസ്തവം എന്താണെന്ന് നോക്കാം. ഇന്ന് ഭൂരിഭാഗം ഇൻഷുറൻസ് ഏജന്റുമാരും ലീഡ്സ് ലഭിക്കാനായി വാട്സ്ആപ്പ് ഫോർവേഡിംഗ് അല്ലെങ്കിൽ കോൾഡ് കോളിംഗ്, അതുമല്ലെങ്കിൽ ഒരിക്കലും കിട്ടാത്ത റെഫറൽസ് എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫലം നോ ലീഡ്സ്, നോ ഗ്രോത്ത്, നോ കോൺഫിഡൻസ്. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കാം. AI is your biggest game changer. Hi, my name is Anish Kumar, founder of Insurance Policypreneurs. 1 ലക്ഷം ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി സ്റ്റേബിൾ ആക്കാനും അതിലൂടെ അവരെ ഡിജിറ്റലി എംപവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ ഡിജിറ്റൽ കോച്ചിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുറൻസ് മേഖലയിൽ എങ്ങനെ ലീഡ്സ് നേടാമെന്നും അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതിലൂടെ ടൈം എങ്ങനെ സേവ് ചെയ്യാം, അതിലൂടെ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാമെന്നുള്ള ലളിതമായ 5 മാർഗങ്ങളാണ്. ഇനി ലളിതമായ ആ 5 മാർഗങ്ങൾ എന്താണെന്ന് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 1 സെക്കൻഡ് ഡോക്യുമെന്റ് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, use ChatGPT to create simple lead magnet. എന്താണ് എന്നെ പറയുന്നത്? ഇതിൽ ഹെഡിങ്ങിൽ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോ വേർഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് അറിയുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത്. ChatGPT എന്താണ്? ChatGPT എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2025 ഗൂഗിളിന് പകരം യൂസ് ചെയ്യുന്നത് സെർച്ച് ചെയ്യും. ഇതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ ലീഡ് മാഗ്നറ്റ്. ലീഡ് മാഗ്നറ്റിൽ ലീഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ലീഡ് എന്താണെന്നുള്ള പറഞ്ഞത്. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ സർവീസിന്റെ ഒരു പരസ്യം കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ട് നമ്മുടെ ബിസിനസിന്റെയോ സർവീസോ ആവശ്യമായി നമ്മളെ അന്വേഷിച്ചു വരുന്ന ആൾക്കാരെ ആണ് ലീഡ് എന്നത്. ജനറലി പറയുകയാണ്, ഇത് പ്യുവർലി ഒരു ബിസിനസ് ടേമാണ്. ജനറലി പറയുകയാണെങ്കിൽ ഒരു 100 പേര് നമ്മുടെ ബിസിനസിനെ കുറിച്ച് അന്വേഷിച്ചു വന്ന 100 ലീഡ്, അതിന്റെ ഒരു 10 to 20% ആണ് സെയിൽസിലേക്ക് കണ്ടത്. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഈ ലീഡ്സിന്റെ എണ്ണം കൂട്ടുക. 100 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിന്റെ 20% ഇരിക്കും. 1000 ലീഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ 20% 200. ഈ ലീഡ്സ് കൂട്ടാനാണ് നമ്മൾ നമ്മുടെ സർവീസോ ബിസിനസ്സോ അന്വേഷിച്ചു വരുന്ന ആൾക്കാരുടെ ലീഡ്സ് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ലീഡ് മാഗ്നറ്റ്. ഇതൊരു ചെറിയ ഗിഫ്റ്റ് പോലെ വർക്ക് ചെയ്യുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ച്, നമ്മുടെ ബിസിനസിന്റെ ശ്രദ്ധ പിടിച്ച് പറ്റുവാനെ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണം അതിനെ കൺസിഡർ ചെയ്യാം. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഇനി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് തോന്നണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം സംസാരിക്കണമെന്ന് തോന്നണം, അവര് റെഡിയാണ്. ഇത് പ്യൂർലി ഒരു സെയിൽസ് ഒന്നുമല്ല, ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നാം. അതാണ് മാജിക്. ദെൻ ഇനി ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇൻഷുറൻസ് ഏജന്റിനുള്ള ലീഡ് മാഗ്നറ്റിന്റെ ഉദാഹരണം, നമുക്ക് ഒരു PDF ജനറേറ്റ് ചെയ്യാം. PDF ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ ഇൻഷുറൻസ് ബിസിനസിനെ, നമ്മുടെ പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു PDF നമ്മൾ തയ്യാറാക്കും. ഉദാഹരണത്തിന്, ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആളുകൾ പതിവായി ചെയ്യുന്ന 5 മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ, അതിനെക്കുറിച്ചൊരു PDF ഉണ്ടാക്കും. ChatGPT വെച്ചിട്ട് വളരെ ഈസി ആയിട്ട്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ 3 ടോപ്പ് ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ പ്ലാനുകൾ, ഇങ്ങനെ ഒരു PDF ഉണ്ടാക്കി നമ്മളത് നമ്മുടെ നേരത്തെ വീഡിയോ നമ്പർ 1 പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്കോ നമ്മൾ അയച്ചു കൊടുക്കും. ഇതിനെ ഒരു സിമ്പിൾ ലീഡ് മാഗ്നറ്റ് ആയിട്ട് നമുക്ക് പറയും. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ഒരാൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ഒരിക്കലും സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത്. 100 ആള് വായിക്കും, അത് ചിലപ്പോൾ ഇരുന്ന് നോക്കിയേക്കാം. 100 ആൾക്കാർക്ക് ഇത് നമ്മൾ അയച്ചു കൊടുക്കും. അതിലെ ഒരു 10-15 ആൾക്കാർ വായിച്ചേക്കാം. കുറച്ച് ആൾക്കാർ വന്ന് നമ്മളോട് ചില സംശയങ്ങൾ ചോദിച്ചു. ഫ്രീ ആയിട്ട് തന്നു എന്ന് തോന്നുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ വിശ്വസിക്കണമെന്നത് തോന്നണം. ഇങ്ങനെയാണ് ഇത് പറയുന്നത്.
അതിനുശേഷം അവർ കൂടുതൽ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഓപ്പൺ ആകും. ഒടുവിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ഒരു റാപ്പോ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യും, ഒരു പോളിസി എടുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുകയും ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് യൂസ് AI to script your WhatsApp and Instagram reels. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ലീഡ് മാഗ്നറ്റ് ഉണ്ടാക്കണം. ലീഡ് മാഗ്നറ്റ് നമുക്ക് ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ PDF ആവാം, അല്ലെങ്കിൽ റീൽസ് ആവാം. ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പതിയെ പഠിക്കാം. അപ്പോ ഈ റീൽസ് അല്ലെങ്കിൽ PDF ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? നിങ്ങൾ ഓൾറെഡി ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടന്റ് എക്സ്പെർട്ട് ആവണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമായ PDF-ന്റെയോ അല്ലെങ്കിൽ പിന്നെ റീലിന്റെയോ എല്ലാ കാര്യങ്ങളും, റീലിന് ആവശ്യമായ 15-30 സെക്കൻഡ് ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് നമുക്ക് ChatGPT-യും ജാസ്പർ AI അതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വെച്ച് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഇത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഒരു പെർഫെക്റ്റ് കസ്റ്റമറിനോട് ഒരു പെർഫെക്റ്റ് ഇൻഷുറൻസ് ഏജന്റ് എങ്ങനെ സംസാരിക്കുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 3 യൂസ് AI പവർഡ് ഡിസൈൻ ടൂൾസ് ലൈക്ക് Canva. ഇറ്റ്സ് എ മാജിക് ഡിസൈൻ. ആദ്യം എന്താണ് ഇതെന്ന് പറയാം, ഈ ടൂൾ ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞത്? ലീഡ് മാഗ്നറ്റ് എന്താണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞത്? ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ അതിന്റെ കണ്ടന്റ്, അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി 3 സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഡിസൈനാണ്. ചിലപ്പോൾ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ ആവാം, അല്ലെങ്കിൽ പോസ്റ്റ് ആവാം, എഡ്യൂക്കേഷണൽ പോസ്റ്റ്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഈ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ എനിക്ക് ഡിസൈനിങ് നോളജ് അല്ലെങ്കിൽ അങ്ങനത്തെ കപ്പാസിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ അറിവുകൾ ആവശ്യമാണോ? 100% ആവശ്യമാണ്. വളരെ ഈസി ആയിട്ട് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ഫേസ്ബുക്കും യൂസ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിനോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനോ അതുപോലെ PDF എന്ത് വേണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം ഇങ്ങനെ നിങ്ങൾ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പ്രൊഫഷണൽ ആയി കാണപ്പെടും. അതുകൊണ്ട് തന്നെ ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കാൻ. ഇന്നത്തെ മാർക്കറ്റിൽ നോർമലി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് 300 രൂപ. ഇവിടെ നിങ്ങൾക്ക് വളരെ ചെറിയ തുക അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ ക്യാൻവയിൽ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 4 യൂസ് വാട്സ്ആപ്പ് ലിസ്റ്റ് ഫോർ സിമ്പിൾ ഫോളോവേഴ്സ്. അതായത് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പില് ലീഡ് മാഗ്നറ്റ് ഉണ്ടാക്കി, രണ്ടാമത്തെ സ്റ്റെപ്പില് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, മൂന്നാമത്തെ സ്റ്റെപ്പില് ക്യാൻവ ഉപയോഗിച്ച് അത് ഡിസൈൻ ചെയ്തു. ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യും. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൾക്കാർ റിപ്ലൈ ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ ഡൗട്ട് ചോദിച്ചു വരും. ഈ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനെ ഫോളോ അപ്പ് എന്നാണ് പറയുക. ആ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ ഓട്ടോമേഷൻ ടൂൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ വീഡിയോ നമ്പർ 1 പറഞ്ഞ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇനി ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാത്തവർക്ക് ജസ്റ്റ് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വാട്സപ്പിൽ എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് ഒരുപാട് വീഡിയോകളുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആഴ്ചയിൽ 1-2 വീഡിയോകൾ ഇതുപോലുള്ള കണ്ടന്റുകൾ അയച്ചു കൊടുക്കുക. ഒരിക്കലും എല്ലാ ദിവസവും അല്ല അരമണിക്കൂർ വിട്ട് അല്ലെ 1 മണിക്കൂർ വിട്ട് ഇതുപോലുള്ള പോസ്റ്റുകൾ അയക്കരുത്. അത് നമ്മൾ നോർമലി നമുക്കറിയാം, നമുക്കും അതുപോലത്തെ മെസ്സേജ് കിട്ടി നമുക്ക് അവരോട് ദേഷ്യം തോന്നും അല്ലെ. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 പോസ്റ്റുകൾ മാത്രം ഷെയർ ചെയ്യും. ഇനി ഒരു ഹെൽപ്ഫുൾ ടിപ്സ് അയക്കുന്നു, അവർ ചിലപ്പോൾ ഡൗട്ടായിട്ട് വരും, അത് ക്ലിയർ ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ സ്ലോലി നമ്മളെ ട്രസ്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ സെയിൽസ് കൂട്ടാനും സഹായിച്ചു. സ്റ്റെപ്പ് നമ്പർ 5 ബി കൺസിസ്റ്റന്റ് വിത്ത് വൺ മെത്തേഡ്. ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ച് സ്ഥിരമായി കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടന്റ് ചെയ്തു, ഡിസൈൻ ചെയ്തു, അതിനുശേഷം ഇത് നമുക്ക് വേണമെങ്കിൽ
വാട്സപ്പിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൂൾ മാത്രം യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്. വാട്സപ്പിൽ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് അയക്കുമ്പോൾ എല്ലാ ദിവസവും അയക്കും. നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും പോസ്റ്റ് ഇടാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റാറ്റസ് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കാണും, മറ്റേത് നമ്മൾ അങ്ങോട്ട് അയച്ചു ഡെയിലി അങ്ങോട്ട് അയച്ചു കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ ഇതുപോലുള്ള സ്റ്റാറ്റസിൽ നമുക്ക് ഡെയിലി ഇടാം. അതല്ല ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടോ സ്റ്റാറ്റസ് ആയിട്ടോ ഡെയിലി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പം അതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഗുലറായി നമ്മൾ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ട് ചിലപ്പോൾ ആൾക്കാർ നിങ്ങളോട് ഡൗട്ട്സ് ചോദിച്ചേക്കാം, അതിനെ എൻഗേജ് ചെയ്യാൻ കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കും. ഇനി എപ്പോൾ റിപ്ലൈ കൊടുക്കണം? പറ്റുമെങ്കിൽ ഉടനെ തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റും. വളരെ നല്ലത്. ഓക്കെ, ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടൂൾസ് ഒക്കെ ഡിസൈൻ ചെയ്തത്. അപ്പോ ഇതില് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ടൂൾസും ഫ്രീ ആണ് അല്ലെങ്കിൽ ചെറിയ എക്സ്പെൻസീവ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 100 പോസ്റ്റർ അടിക്കാൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയോ? സത്യാവസ്ഥ ഏതാണ്? 500 രൂപയ്ക്ക് 500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള 100 പോസ്റ്ററുകൾ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ലീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം പുറകെ നടക്കും. ലീഡ്സ് ദാറ്റ് വിൽ അട്രാക്ട് യു. ലീഡ്സ് വിൽ അട്രാക്ട് യു. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ ടൂൾസുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻസി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അതുപോലെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ച PDF നിങ്ങൾ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസി പ്രണേഴ്സ് അപ്പ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ദയവായി ആ പേജ് ഫോളോ ചെയ്ത് അവിടെ വന്ന് ഏതെങ്കിലും ഒരു റീലിനടിയിൽ അല്ലെങ്കിൽ പോസ്റ്റിനടിയിൽ AI ടൂൾസ് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് തീർച്ചയായും ഈ PDF സൗജന്യമായി ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും.